ഇന്ന് വോട്ടിംഗ് ഒക്കെ ആണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വോട്ടെല്ലാം ചെയ്തു. വോട്ട് ചെയ്തപ്പം സജേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നേരെ പോയത്. അപ്പോൾ അത് ഉണ്ണി ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ചോദിക്കുകയാണ് അവൻ. പിന്നെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വേറൊരു സ്ഥലത്തായിരുന്നു, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞു നമ്മുടെ ട്രെയിൻ എത്തി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. അങ്ങനെ ട്രെയിനിലെ കുറച്ച് വ്യൂ ഒക്കെ എടുത്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നേരെ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഞങ്ങൾ പോകുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പനടുത്താണ്. ഞങ്ങൾ എല്ലാ തവണയും കാറിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. അങ്ങനെ അവിടെ പോയി. ആളൊന്നും അത്ര ഇല്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല വെയിലാണെങ്കിലും ഒരു കാറ്റുണ്ടായിരുന്നു. ആ കാറ്റത്ത് ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രസാദം എല്ലാം കഴിച്ചു. മമ്പയറും തേങ്ങയും പിന്നെ ചായയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നു, ലൈൻ നിന്നു. എൻ്റെ കൂടെ ഉണ്ണി ഉണ്ടായിരുന്നു, സജിയേട്ടനും ഉണ്ണിയും താഴെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ചോറ് കിട്ടി. ചോറിന് സാമ്പാറും പച്ചടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ടയേർഡായി കിടന്നു. പിന്നെ കുറച്ച് ഇങ്ങനെ നടന്നു. അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞതിന് ശേഷം ബോട്ടിംഗ് എല്ലാം കണ്ടു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയില്ല കേട്ടോ, ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ളതാണല്ലോ, അപ്പോൾ ട്രെയിന് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് പോവുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ട്രെയിനല്ലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്, അത് അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ട്രെയിൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കോഫിയെല്ലാം കുടിച്ചു, ചെറിയ സ്നാക്സും കഴിച്ചു, സമൂസയും പിന്നെ ലേസ് അതൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു പോലീസ് ഡോഗ് വന്ന് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ.